നല്ല ഉഗ്രൻ തമാശകളാണ് ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ്, അങ്ങനെയാണല്ലോ പറയേണ്ടത്. ഇസ്രായേൽ ഹമാസ് അടി, അതിൽ നല്ല തമാശകൾ നടക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ പള്ളിക്കൂടങ്ങൾ ആക്രമിക്കുന്നു. അന്താരാഷ്ട്ര കൺവെൻഷൻ, ജനീവ കൺവെൻഷൻ, ഇതൊക്കെ അനുസരിച്ച് പള്ളിക്കൂടത്തിൽ ബോംബിടാൻ പാടില്ല, പിള്ളേർ മരിച്ചു പോകും, ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു പൊതുധാരണയും ആർഗ്യുമെൻറ്റും ഒക്കെ. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം സമാധാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും എല്ലാവരും ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്, അതേ ചേട്ടാ ഇങ്ങനെയൊക്കെ അടിക്കുന്നത് ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ എങ്ങനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേൽ നിൽക്കുന്നു. ഈ കലാപരിപാടി സമാധാന ചർച്ച അത് ഇതെന്നൊക്കെ പറഞ്ഞ് എവിടെയോ കരണ്ട് കൂടി ചായയും കപ്പലിൻ്റെയൊക്കെ തിന്ന് പിരിയുന്നുണ്ട്. പക്ഷേ സംഭവം മരണസംഖ്യ ഇപ്പോൾ 39,000 ഹമാസ് പറയുന്നു 39,000 പേര് മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇസ്രായേലിൻ്റെ കണക്ക് കേട്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. ഇസ്രായേൽ പറയുന്നത് 16,000 പേരെ മരിച്ചിട്ടുള്ളൂ. ഇത്ര വലിയ വ്യത്യാസം രൂപ. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇവർ വെറുതെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 39,000 പേര് ചത്ത് കാശ് കിട്ടണ്ടേ? കാശ് കിട്ടാനായിട്ട് ഈ മൃതദേഹങ്ങളുടെ എണ്ണം കൂട്ടിപ്പറയുന്നത് ഹമാസിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് 1, 2, 3 പള്ളിക്കൂടത്തിന് ഇസ്രായേൽ ബോംബിട്ട് ഇത് പൊളിഞ്ഞ് പണ്ടാരടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് തീവ്രവാദികളാണ് പള്ളിക്കൂടത്തിൽ. പള്ളിക്കൂടം എന്ന് പുറത്ത് ബോർഡേ ഉള്ളൂ, അകത്ത് ഈ കക്ഷികളാണ്. അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിക്കൂടത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു പള്ളി, ആ പള്ളിക്കുള്ളിൽ തീവ്രവാദികളുടെ കേന്ദ്രം, അവരുടെ ആയുധം അത് ഇതൊക്കെ സൂക്ഷിച്ച് പള്ളിക്കുള്ളിൽ. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇസ്രായേലിന് ചീത്ത കേൾക്കും. എല്ലാം കൂടെ ബോംബിട്ട് കഴിഞ്ഞാൽ പള്ളിക്കൂടം നശിച്ചേ എന്ന് പറഞ്ഞ് കരച്ചിലാവും. ഇനി പള്ളിയുടെ തലയിൽ ബോംബിട്ട് കഴിഞ്ഞാൽ പള്ളി പൊളിച്ചേ എന്ന് പറഞ്ഞ് ബഹളമാകും. പക്ഷേ ഇതിനകത്തൊക്കെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുക. ഇസ്രായേൽ പറഞ്ഞു ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾക്കറിയാം ഇതിനകത്ത് ഇതാണ് പരിപാടി എന്ന് വേണ്ടി ഈട്ട് ഒരു ബോംബ്. ഹമാസ് പറഞ്ഞു 100 പേര് മരിച്ചു. ഇപ്പോൾ പഴയ പോലെയല്ല, നേരത്തെ ഹമാസ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ ഇസ്രായേൽ വിചാരിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇസ്രായേൽ ഉടൻ മറുപടി കൊടുക്കാൻ തുടങ്ങി. ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ബോംബിട്ടു എന്നുള്ളത് സത്യമാണ്, ആൾ മരിച്ചു എന്നുള്ളതും സത്യമാണ്, പക്ഷേ ഈ 100 പേരൊന്നുമില്ല. കാരണം മരിച്ചു കഴിഞ്ഞ് ഞങ്ങളിതിൻ്റെ ഫോട്ടോയും സാറ്റലൈറ്റ് അതും പരിപാടിയൊക്കെ നടത്തുന്നൊന്നുമില്ല. അവർ പറഞ്ഞു ഏറിയാൽ ഒരു 20 എണ്ണം മരിച്ചിട്ടുണ്ട്. കാരണം ആ പള്ളിക്കൂടത്തിൽ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. ഷട്ടറിട്ട് കിടക്കുകയാണ് പള്ളിക്കൂടങ്ങൾ. നാളെ എത്രയായി? അവിടെയൊന്നും ഒരു പള്ളിക്കൂടവും പ്രവർത്തിക്കുന്നില്ല ഗാസയിൽ. അപ്പോൾ പള്ളിക്കൂടത്തിനകത്ത് 20 തീവ്രവാദികൾ, പള്ളിക്കൂടത്തിനകത്ത് പള്ളി, ആ പള്ളിക്കുള്ളിൽ തീവ്രവാദികൾ, അവരുടെ കയ്യിൽ ആയുധങ്ങൾ, ഇതെല്ലാം കൂടെയാണ് ഈ ആശാൻ ബോംബിട്ട് തീർക്കുന്നത്. എന്നിട്ട് ആശാൻ പറഞ്ഞു ഒരു 20 പേര് കാണും ചേട്ടാ, ഞുള്ളിപ്പെറുക്കിയാൽ 20-22 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിനാണ് ഇവന് 100 പേര് മരിച്ചേ, നെഞ്ചത്തുള്ളോ, കാശ് കൊണ്ടുപോയോ എന്ന് ഇവിടെ നമ്മൾ ബഹളം വയ്ക്കുന്നില്ലേ? വയനാട്ടിൽ ഉരുൾപൊട്ടി കൊണ്ടുപോകാൻ 2,000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ടറി അടിക്കുക. ഇതുപോലെ അവിടെ അവർക്ക് ലോട്ടറി അടിക്കുന്നത് ഇസ്രായേൽ ബോംബിടുമ്പോഴാണ് ഹമാസിന് ലോട്ടറി അടിക്കുന്നത്. കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. US എയ്ഡ്, UN എയ്ഡ്, UNHRC എയ്ഡ്, എയ്ഡ് ഇത് വാങ്ങിച്ച് ഒരു കള്ളൊക്കെ കുടിച്ച് അങ്ങനെ മാത്രം, അങ്ങനെയാണ് ഒരുത്തനെ ഇറാനിൽ വെച്ച് തട്ടിയത്. വലിയ വെളിവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇട്ടു അവൻ്റെ തലയിൽ ഒരു ബോംബ്, അവൻ ചത്തുപോയി. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഞാനതുകൊണ്ടാണ് ഇതിനൊരു തമാശ നാടകം. ഈ മനുഷ്യൻ മരിക്കുമ്പോൾ തമാശ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ തമാശകൾ അരങ്ങേറിയാൽ എന്ത് ചെയ്യും എന്ന് പറയാം. ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഇവർ സമാധാന ചർച്ചയ്ക്ക് വഴങ്ങണം. എന്ത് വഴങ്ങണം? ഇസ്രായേൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ വഴങ്ങാൻ പറ്റിയൊരു 4-5 പേരെ അവർ നോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണ് ചർച്ചയ്ക്ക് വഴങ്ങേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ നല്ല വഴക്കമുള്ള മയിലെണ്ണം കേട്ട് പുരട്ടിയ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു, ഇവിടെ നീ അവിടെ പോയിട്ട് വഴങ്ങിക്കോ. അവനവിടെ പോയി വഴങ്ങും. ഇവിടെ അപ്പോൾ സമാധാന ചർച്ച, അതിന് വഴങ്ങുന്ന ഒരാൾ വേണം അല്ലേ? വിളിച്ചു ചേട്ടാ, എടാ നാരായണ നീ പോയി ഒന്ന് വഴങ്ങിയിട്ട് വാ. ഇതാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ ഗസയിൽ 24 ലക്ഷം ആണ് ഏകദേശം ഗസയുടെ പോപ്പുലേഷൻ. ഇത്രയും പേര് ചത്തുപോയോ? ഇല്ല.
ഇസ്രായേൽ പറഞ്ഞ കണക്കെടുത്താൽ 16,000, ഹമാസ് പറഞ്ഞ കണക്കെടുത്താൽ 39,000. ശരി, അതിൽ ഏറ്റവും വലിയ 39,000 വെച്ചു. 39,000 പോയി കഴിഞ്ഞാൽ ഇനി 1,00,000 പോയാൽ തന്നെ പിന്നെ 23 ലക്ഷം ബാക്കി കിടക്കുകയല്ലേ ആൾ. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഈ അടിയും വെടിയും ഒക്കെ ആയിട്ട് ഈ 4 ലക്ഷം ആളുകൾ എന്ത് ചെയ്യും? സത്യത്തിൽ ഇസ്രായേൽ ഗസയിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോംബും തോക്കും പരിപാടിയൊന്നുമില്ലാതെ മനുഷ്യൻ മര്യാദയ്ക്ക് ഇതുപോലത്തെ അഭയാർത്ഥി ക്യാമ്പ് പോലെയൊക്കെയാണ്, എന്നാലും താമസിക്കുന്നുണ്ട്. ആര്? പാലസ്തീൻകാർ. ഹമാസ്. കയ്യിൽ ആയുധമില്ല, തോക്കില്ല, ഒന്നുമില്ല. മര്യാദയ്ക്ക് കഴിഞ്ഞോളാം ചേട്ടാ, എന്നാൽ കയറ് എന്ന് പറഞ്ഞ് കമ്പിവേലിക്കുള്ളിൽ ഇതുങ്ങളെ കയറ്റിയിട്ട് ഒരു പ്രത്യേക വലിയ ഏരിയ തിരിച്ചിട്ട് അവിടെയാണ് ജനം ജീവിക്കുന്നത്. ഹ്യൂമാനിറ്റേറിയൻ ഏരിയ. മനസ്സിലായോ? ആ ഹ്യൂമാനിറ്റേറിയൻ ഏരിയയിലാണ് 19 ലക്ഷം ഈ ഗാസാക്കാർ താമസിക്കുന്നത്. ബാക്കി 4 ലക്ഷമാണ് ഇവിടെ കിടന്ന് അടി കൂടുന്നു, അങ്ങോട്ട് ഓടുന്നു, കുറേ ഇങ്ങോട്ട് ഓടുന്നു, അവിടെ ഒളിച്ചിരിക്കുന്നു, ഇവിടെ ഒളിച്ചിരിക്കുന്നു, ഒക്കെ എല്ലാം ചേർത്തിട്ട് 4 ലക്ഷമാണ്. ഈ 4 ലക്ഷത്തിനും വലിയ ശല്യമൊന്നുമില്ല. ഇതിനകത്തെ ഈ കലാപകാരികളെയാണ് നോക്കിയും പിടിച്ചും സൂക്ഷ്മദർശിനി വെച്ചും ടെലസ്കോപ്പിക് റൈഫിൾ വെച്ചും ഒക്കെ കൃത്യമായിട്ട് പോയിൻ്റഡ് അറ്റാക്കാണ് ഇസ്രായേലിൻ്റെ. ഇസ്രായേൽ ഒരു ബോംബോ മിസൈലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പാഴാവില്ല എന്ന് മാത്രമല്ല, അത് ആരെ ഉദ്ദേശിച്ചാണോ അയക്കുന്നത് അവനെ മാത്രമേ കൊല്ലുള്ളൂ. അതിൻ്റെ അടുത്ത് വേറൊരുത്തും നിൽപ്പുണ്ടെങ്കിൽ അവൻ ചാവില്ല. അവനൊന്നും പേടിക്കും ഇതിൻ്റെ ഒച്ചയൊക്കെ കൊണ്ട്, അല്ലാതെ അവനൊരു കുഴപ്പം വരില്ല. ഇത്രയ്ക്ക് പ്രിസൈസ് ആയിട്ടുള്ള വെപ്പൺസാണ് ഇസ്രായേലിൻ്റെ. ഇതാണ് ഇപ്പോൾ ഗാസയിലെ സ്ഥിതി. ഹമാസിൻ്റെ കാര്യം ഏകദേശം കട്ടപ്പുകയായി. ഇപ്പോൾ ഹമാസ് നിലനിൽക്കുന്നത് ഈ യുണൈറ്റഡ് നേഷൻസിലെ കുറേ മൂപ്പന്മാരുണ്ട്, അവരുടെ പ്രസ്ഥാനങ്ങൾ വരികയും ഹമാസിൻ്റെ സ്വന്തം വീമ്പ് പറച്ചിൽ വഴിയൊക്കെയാണ് ഹമാസ് ഇപ്പം നിലനിൽക്കുന്നത്. അല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ഹമാസ് ഇല്ല. ഇപ്പോൾ ഹമാസ് ഗ്രൗണ്ട് ലെവലിൽ കരയുകയാണ്. എൻ്റെ പൊന്നു ചേട്ടാ എന്നെ തല്ലല്ലേ എന്ന്. ഹമാസിൻ്റെ നേതാക്കൾ 2-3 എണ്ണം എവിടെയൊക്കെ ഇട്ട് തട്ടിയല്ല. അജ്ഞാതന്മാരാണ് കേട്ടോ, ഇസ്രായേലെ ഏറ്റിട്ടില്ല. അവരിതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇസ്മായിൽ ഹനിയയെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരനക്കും ഒരു ബഹളവുമില്ല. ഇസ്മായിൽ ഹനിയയെ കൊന്നതിൻ്റെ 2 ഒച്ചയെ പൊങ്ങിയുള്ളൂ. ഒന്ന്, ഇസ്രായേൽ ബോംബിട്ട് ഹനിയ ചാകുമ്പോൾ ഇറാനിലുണ്ടായ ഒച്ച. പിന്നെ ഒന്ന്, കേരളത്തിൽ കോഴിക്കോട്ട് കുറേ പേര് കൂടിയിട്ട് അയാൾക്ക് മുദ്രാവാക്യം വിളിച്ച ഒച്ച. ഈ 2 ഒച്ചകളെ ലോകത്തിലുണ്ടായിട്ടുള്ള വേറെ ഒരു ഒച്ചയും ഉണ്ടായില്ല ഈ കക്ഷി പോയപ്പോൾ. ഇതാണ് കഥ. ഇപ്പോൾ ഓൾ ഐസ് ഓൺ റഫ ആർക്കും വേണ്ട, ആരുടെയും കണ്ണ്, എല്ലാവരുടെയും കണ്ണ് തുളഞ്ഞു പോയോ? എന്തു പറ്റി? ഓൾ ഐസ് ഓൺ റഫ എവിടെ പോയിന്ന്? എന്തായിരുന്നു ഇവിടുത്തെ ബഹളം? എല്ലാ ബഹളവും അടങ്ങിയില്ലേ? ഈ ഹനിയയെ കൊന്നിട്ട് കാഷ്ടിച്ച് ഞാൻ എണ്ണി നോക്കി, നിങ്ങളുമൊക്കെ ആ വീഡിയോ കണ്ടു കാണും. ഒരു ഏറിയാലൊരു 50 പേര്. എൻ്റെ ബൈക്ക് ഒരു 10 കൂടെ കൂട്ടിക്കുക, 60 ഇതാണ് ജാഥ നടന്നത് ഇസ്മായിൽ ഹനിയയ്ക്കെതിരെ. ഏതോ മുസ്ലിം സംഘടനയുടെ ജാഥയാണ്. അപ്പോൾ ഏതായാലും നടന്നു. അവർക്ക് വയനാട് ദുരന്തവും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. മഴയത്തായിരുന്നു ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കലാപരിപാടി. ഇതിവിടെ നടന്നു, അവിടെ ആ കൊലപാതകം നടന്നു. അതല്ലാതെ ഈ ഭൂമിയിൽ ഒരു സ്ഥലത്ത് ഒരനക്കവും ഉണ്ടായില്ല. ഇതാണ് ഹമാസിൻ്റെ ദയനീയാവസ്ഥ. ഇനിയെങ്കിലും ഹമാസ് മര്യാദയ്ക്ക് ആയുധം താഴെ വെച്ച് കീഴടങ്ങി ഞങ്ങൾ മര്യാദക്കാരായി മഹാത്മാഗാന്ധിയുടെ പാതയിലെത്തി എന്ന് പറഞ്ഞാൽ ഉള്ള പ്രാണനെങ്കിലും തിരിച്ചു കിട്ടും. അതല്ലെങ്കിൽ വീണ്ടും വെടികൊണ്ട് ചത്തുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? താങ്ക് യു.